Hello everyone. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഫോഴ്സ് ആൻഡ് ന്യൂട്ടൺസ് 3 laws of motion. Before getting into the chapter, we have some interesting questions to answer. നമുക്കറിയാം ട്രാവൽ ചെയ്യുന്ന സമയത്ത് സീറ്റ് ബെൽറ്റ് ഈസ് കമ്പൽസറി. Why it is so? The second question, ക്രിക്കറ്റ് ഗെയിമിനുള്ളിൽ ബോൾ ക്യാച്ച് ചെയ്യുന്ന സമയത്ത് the fielder moves his hands downwards for easy catch. Why? Third question, ഒരു ഷൂട്ടർ ഗൺ ഫയർ ചെയ്യുന്ന സമയത്ത് what makes him push backwards? Next question, ഒരു ഫയർമാന് ഒരുപാട് വെള്ളം ഇജക്റ്റ് ചെയ്യുന്ന ഒരു ഹോസ് ഹോൾഡ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നെക്സ്റ്റ്, ഒരു ചെറിയ ബോട്ടിൽ നിന്ന് കരയിലോട്ട് കയറാൻ ശ്രമിക്കുന്ന സമയത്ത് ബോട്ട് അല്പം പുറകിലോട്ട് നീങ്ങുന്നതായി കാണാം. ആൻഡ് ലാസ്റ്റ്, വൈ ദ പ്ലെയേഴ്സ് വേരി ദ ഫോഴ്സസ് ദേ എക്സേർട്ടഡ് ഇൻ ഡിഫറെൻറ്റ് ഗെയിംസ്? All these question answers are connected with Newton's first, second and third law. So first of all, we are going to analyze what is force. Simple definition of force എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പുഷ് ഓർ എ പുൾ അപ്പോൺ ആൻ ഒബ്ജക്റ്റ്. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് മോഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ് ഓർ എബൌട്ട് എ മൂവിങ് ഒബ്ജക്റ്റ്. ആൻഡ് വാട്ട് ഈസ് ദ കോസ് ഓഫ് ദ മോഷൻ ഓർ മൂവ്മെൻറ്റ് ഓഫ് ദിസ് ഒബ്ജക്റ്റ്? യെസ്, ഒരു ഒബ്ജക്റ്റിന്മേൽ അപ്ലൈ ചെയ്യപ്പെടുന്ന ഫോഴ്സാണ് അതിൻ്റെ മൂവ്മെൻറ്റിന് കാരണമാകുന്നത്. അതായത് റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യുന്നതിനോ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ സ്റ്റോപ്പ് ചെയ്യുന്നതിനോ ഓർ ഒരു മൂവിങ് ഒബ്ജക്റ്റിൻ്റെ ഡയറക്ഷൻ ഓർ വെലോസിറ്റി സ്പീഡ് ചേഞ്ച് ചെയ്യുന്നതിനോ ഒരു ഒബ്ജക്റ്റിൻ്റെ ഡയമെൻഷൻ ഓർ ഷേപ്പ് വേരി ചെയ്യുന്നതിനോ ഫോഴ്സിന് സാധിക്കുന്നു. സോ വി ക്യാൻ സേ ദീസ് ആർ ദ 5 effects of force. So we have more elaborative definition of force. That is, force is a physical quantity that changes or tends to change the state of rest or motion of a body or changes the dimension of a body. ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്ന് പറയുന്നത് ഫോഴ്സസ് ഓൾവേസ് ഒക്കർ ഇൻ പെയർസ്. ഫോർ എക്സാമ്പിൾ, ഒരു സ്റ്റാൻഡിംഗ് പൊസിഷനിൽ നിൽക്കുന്ന ഒരു പേഴ്സണെ സംബന്ധിച്ചിടത്തോളം 2 ഫോഴ്സുകളാണ് ആ പേഴ്സണ് മേൽ അപ്ലൈ ചെയ്യപ്പെടുന്നത്. അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഡൗൺവേർഡ്സിലേക്കും ഒരു പുഷിംഗ് നോർമൽ ഫോഴ്സ് അപ്വേർഡ്സിലേക്കും അപ്ലൈ ചെയ്യപ്പെടുന്നുണ്ട്. ആൻഡ് ദീസ് 2 ഫോഴ്സസ് ആർ ഈക്വൽ, ബാലൻസ്ഡ് ആൻഡ് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ. ആൻഡ് ദിസ് ഇസ് നോൺ ആസ് ബാലൻസ്ഡ് ഫോഴ്സ്. ഒരു ഒബ്ജക്റ്റിന്മേൽ അപ്ലൈ ചെയ്യപ്പെടുന്ന ഏതെങ്കിലും 2 ഫോഴ്സുകളിൽ ഒന്ന് ഗ്രേറ്റർ ആകുമ്പോഴാണ് ഓർ വി ക്യാൻ സേ നെറ്റ് ഫോഴ്സ് ഈസ് നോട്ട് ഈക്വൽ ടു 0 വരുന്ന കേസിലാണ് ആ ഒബ്ജക്റ്റിന് മൂവ്മെൻറ്റ് സംഭവിക്കുന്നത്. സോ ഇൻ ദിസ് കേസ് ദ ഫോഴ്സ് ഈസ് അൺബാലൻസ്ഡ്. സോ വി ക്യാൻ ഡ്രോ ലൈക്ക് ദിസ്. ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റ് ഒന്നില്ലെങ്കിൽ റെസ്റ്റിലായിരിക്കും ഓർ ഇറ്റ് വിൽ ബി ഇൻ യൂണിഫോം മോഷൻ. എന്തുകൊണ്ടാണ് യൂണിഫോം മോഷനിലായിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന് ബാലൻസ്ഡ് ഫോഴ്സ് ആണെന്ന് പറയുന്നത്? ബിക്കോസ് വി നോ യൂണിഫോം മോഷൻ മീൻസ് ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് ചേഞ്ച് ചെയ്യുന്നില്ല. ദാറ്റ് ഈസ്, ഏത് സ്പീഡിലാണോ ഒബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സ്റ്റേറ്റിൽ തന്നെ ഒബ്ജക്റ്റ് കണ്ടിന്യൂ ചെയ്യുന്നു അൺലെസ് എൻ എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ടു ചേഞ്ച് ദ സ്പീഡ്. സോ ഹിയർ 2 കേസിലും വെലോസിറ്റി ഈസ് എ കോൺസ്റ്റൻറ്റ്. When object is at rest, velocity is 0, and when object is in uniform motion, velocity may not be 0, but it is a constant and in same direction. We can see some of the examples. Here, firstly, the ball is at rest because of the net force is 0 as we mentioned earlier, but when an external force is applied, the ball is moving, and it is because of an unbalanced force. ഇവിടെ സെക്കൻഡ് എക്സാമ്പിളിൽ പേഴ്സൺ വെയ്റ്റ് ലിഫ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ഇറ്റ് ഈസ് അറ്റ് റെസ്റ്റ് ബിക്കോസ് ഓഫ് ദ ബാലൻസ്ഡ് ഫോഴ്സ്. ബട്ട് ദ ബാർ വിച്ച് ഹോൾഡ് ദ വെയ്റ്റ്സ് മൂവ്സ് അപ്വേർഡ്സ് വെൻ എൻ എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് അപ്ലൈഡ്. ഹിയർ ഓൾസോ ഫസ്റ്റ്ലി ദ ബോൾ ഈസ് അറ്റ് റെസ്റ്റ് ബിക്കോസ് ഓഫ് ദ ബാലൻസ്ഡ് ഫോഴ്സ്, ബട്ട് വെൻ എൻ എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഇറ്റ് ഈസ് മൂവിങ്. നെക്സ്റ്റ് വി ക്യാൻ കൺസിഡർ അനദർ എക്സാമ്പിൾ. ഇവിടെ 2 പേഴ്സൺസ് സെയിം ബോക്സ് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് പുഷ് ചെയ്യാണ്.
ഇവിടെ രണ്ട് പേഴ്സൺസും അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഈക്വൽ ആണെങ്കിൽ ദ നെറ്റ് ഫോഴ്സ് ബിക്കം 0 ഓർ ഇറ്റ് ഈസ് ബാലൻസ്ഡ് ഫോഴ്സ്. സോ ദ ഒബ്ജെക്റ്റ് വിൽ റിമെയിൻ അറ്റ് റെസ്റ്റ്. But when one person applies more force than the other, then it will be an unbalanced force. So as a result, the object will move. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു മൂവിങ് ഒബ്ജക്റ്റിൻ്റെ മേൽ ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് ഓർ എൻ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് either its speed will change or we can say the velocity will change or its direction can change. Next we have an important personality, Mr. Galileo Galilei. അദ്ദേഹം ഒരു ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് എക്സ്പെരിമെൻ്റ് ആണ് ഇനി മനസ്സിലാക്കുന്നത്. ത്രൂ ഹിസ് എക്സ്പെരിമെൻറ്റ് ഹി കൺക്ലൂഡഡ് ദാറ്റ് ഒരു ഒബ്ജക്റ്റിന്മേൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യാത്തിടത്തോളം കാലം ഇറ്റ് വിൽ മൂവ് വിത്ത് എ കോൺസ്റ്റൻറ്റ് സ്പീഡ്. ഹിയർ ദ പിക്ചർ ഷോസ് ഹിസ് എക്സ്പെരിമെൻറ്റ്. ഇവിടെ ചരിഞ്ഞിരിക്കുന്ന രണ്ട് പ്രതലങ്ങളാണുള്ളത്. ഒരു മാർബിൾ പീസ് ഈ ചരിഞ്ഞ പ്രതലത്തിലൂടെ ഒരു ഹൈറ്റിൽ നിന്നും റിലീസ് ചെയ്യുന്നു. And it goes downwards due to gravitational force and attains a definite velocity or a speed. ഓപ്പോസിറ്റ് സൈഡിലെ ചരിഞ്ഞ പ്രതലത്തിലൂടെ ഈ മാർബിൾ പീസ് ക്ലൈംബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റി ഗ്രാജുവലി ഡിക്രീസ് ചെയ്യുന്നു. ബട്ട് ഇറ്റ് റീച്ചസ് ദ സെയിം ഹൈറ്റ് ഫ്രം വേർ ഇറ്റ് വാസ് റിലീസ്ഡ് ഓൺ ദി ഓപ്പോസിറ്റ് സൈഡ് ഓൾസോ. നെക്സ്റ്റ്, ഓപ്പോസിറ്റ് സൈഡിൻ്റെ ചരിവ് ഓർ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ this marble piece have to travel more length to attain the releasing height. ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡിലെ ചരിവ് ഡിക്രീസ് ചെയ്ത് കംപ്ലീറ്റ് ഹൊറിസോണ്ടൽ ലൈനായി കഴിഞ്ഞാൽ റിലീസിംഗ് ഹൈറ്റിലെത്തുന്നതിന് വേണ്ടി മാർബിൾ പീസ് വിൽ ട്രാവൽ ഫോർ എവർ. ബട്ട് ഇൻ റിയാലിറ്റി വി നോ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ബിക്കോസ് ആഫ്റ്റർ ട്രാവലിംഗ് ഫോർ സം ടൈം ദ ബോൾ വിൽ സ്റ്റോപ്പ് ഡ്യൂ ടു ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സ് മീൻസ് പരസ്പരം കോണ്ടാക്ട് ചെയ്തിരിക്കുന്ന രണ്ട് പ്രതലങ്ങൾ സ്ലൈഡ് ചെയ്യുമ്പോൾ ജനറേറ്റ് ചെയ്യുന്ന ഫോഴ്സ്. സോ ഇൻ റിയാലിറ്റി ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ബൈ സ്മൂത്തനിങ് ദ ബോൾ ഓർ ബൈ അപ്ലൈയിങ് എ ലൂബ്രിക്കൻറ്റ് ദ ബോൾ ക്യാൻ ട്രാവൽ ഫോർ എ ലോങ് ടൈം. ഇംഗ്ലീഷ് മാത്തമാറ്റീഷ്യൻ ആൻഡ് ഗ്രേറ്റ് സയൻറ്റിസ്റ്റ് സർ ഐസക് ന്യൂട്ടൺ ഗലീലിയോയുടെ ഈ ഐഡിയ ഫർദർ സ്റ്റഡി ചെയ്ത് പ്രസൻറ്റഡ് the three fundamental laws of motion. റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന് റെസ്റ്റിൽ തന്നെ തുടരുവാനും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന് മൂവ് ചെയ്തുകൊണ്ടിരിക്കുവാനും ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും. ആൻഡ് ദിസ് പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് ഇനേർഷ്യ. ആൻഡ് ദിസ് ഈസ് വാട്ട് എക്സാക്ട്ലി ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ സേസ്. ദാറ്റ് ഈസ് ഹിസ് ഫസ്റ്റ് ലോ സ്റ്റേറ്റ്സ് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യാത്തിടത്തോളം കാലം റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിൽ തന്നെ തുടരുകയും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ആൻഡ് ദിസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ഈസ് ഓൾസോ നോൺ ആസ് ലോ ഓഫ് ഇനേർഷ്യ. ഹിയർ കംസ് വാട്ട് വി ആസ്ക്ഡ് ഇൻ ദ ഏർലിയർ സെക്ഷൻ, ദ ഇമ്പോർട്ടൻസ് ഓഫ് സീറ്റ് ബെൽറ്റ്. അതായത് ഏത് സ്പീഡ് ഓർ ഡയറക്ഷനിലാണോ ഒരു വെഹിക്കിൾ ട്രാവൽ ചെയ്യുന്നത് സെയിം സ്പീഡ് ആൻഡ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യാനുള്ള ടെൻഡൻസി ആയിരിക്കും ട്രാവലറിൻ്റെ ബോഡിക്കുള്ളത്. സോ ബിക്കോസ് ഓഫ് ദിസ് ഇനേർഷ്യ വെൻ സഡൻലി ബ്രേക്ക് അപ്ലൈസ് ദ ബോഡി ടെൻസ് ടു മൂവ് ഫോർവേഡ്സ്. ഇഫ് സീറ്റ് ബെൽറ്റ് ഈസ് നോട്ട് അപ്ലൈഡ് ദെൻ ഇറ്റ് കോസ് എൻ ഇഞ്ചുറി. അനദർ എക്സാമ്പിൾ ഈസ് നിർത്തിയിട്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിലുള്ള ട്രാവലേഴ്സ് പെട്ടെന്ന് പുറകിലോട്ട് ആയാൻ ശ്രമിക്കുന്നു. This is because the traveler had a tendency or inertia to remain at rest. So when suddenly bus starts, the body cannot balance. Next we have a question, whether all objects have same inertia? നമുക്കറിയാം എല്ലാ ഒബ്ജക്ട്സും അത് ഏത് സ്റ്റേറ്റിലാണോ സ്ഥിതി ചെയ്യുന്നത് ആ സ്റ്റേറ്റിനെ ചേഞ്ച് ചെയ്യുമ്പോൾ അത് റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. ഒരു ഒബ്ജക്റ്റിൻ്റെ മാസ് ഓർ വെയ്റ്റ് കൂടുന്നതിനനുസരിച്ച് ഈ റെസിസ്റ്റൻസിൻ്റെ എമൗണ്ടും കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ, റെസ്റ്റിലിരിക്കുന്ന ഒരു ബോൾ കിക്ക് ചെയ്യുന്നതും റെസ്റ്റിലിരിക്കുന്ന ഒരു സ്റ്റോൺ കിക്ക് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ബിക്കോസ് ദ സ്റ്റോൺ ഹാവ് മോർ വെയ്റ്റ്, ഇറ്റ് വിൽ ഹാവ് മോർ ടെൻഡൻസി ടു റെസിസ്റ്റ് ദ ചേഞ്ച്. So it is clear that the mass of an object is a measure of its inertia.
Next, we are going to the second law of motion. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ we have to apply some external force. And changing velocity means we are accelerating the object. ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇമ്പാക്റ്റ് ഓർ റിസൾട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് രണ്ട് ഫാക്ടേഴ്സിനെയാണ്. ഫോർ എക്സാമ്പിൾ, we are applying a 5 Newton force on a ball and on a stone. ഏതിനാണ് കൂടുതൽ റിസൾട്ട് ഉണ്ടാകുന്നത്? യെസ്, the ball will continue to move more than the stone. That is, the weight of the object on which the force is applied is the first factor. And the second factor which affect the force is the velocity or speed of an object. So, ഈ രണ്ട് ഫാക്ടേഴ്സും, ദാറ്റ് ഈസ് ദ മാസ് ഓഫ് എൻ ഒബ്ജെക്റ്റ് ആൻഡ് ദ വെലോസിറ്റി വിത്ത് വിച്ച് ദ ഒബ്ജെക്റ്റ് മൂവ്സ്, ന്യൂട്ടൺ കമ്പൈൻ ചെയ്ത് ഒരു പുതിയ പ്രോപ്പർട്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആൻഡ് ദിസ് ഇസ് നോൺ ആസ് മൊമെൻറ്റം. ദാറ്റ് ഈസ് ദ മൊമെൻറ്റം പി ഓഫ് എൻ ഒബ്ജെക്റ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രോഡക്റ്റ് ഓഫ് ഇറ്റ്സ് മാസ് ആൻഡ് വെലോസിറ്റി. We know velocity is a vector quantity, so momentum is also a vector quantity which is having both magnitude and direction. And its SI unit is kilogram meter per second. Daily life il കാണുന്ന ഒരു എക്സാമ്പിൾ ആണ് a car with dead battery is to be pushed by 2 or more persons to get it start. Here, just one or two push or force on the car may not be sufficient to get the car started. But ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ഓർ പുഷ് ചെയ്യുന്നത് കുറച്ച് സമയത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ the car can get start. What does it mean? That means കാറിനുണ്ടായിരിക്കുന്ന ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറയുന്നത് does not only depend on the force applied, but എത്ര സമയം ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യപ്പെട്ടു എന്നതിന്മേൽ കൂടെ ബേസ് ചെയ്തിട്ടാണ്. നമുക്കറിയാം, ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എത്രത്തോളം ചേഞ്ച് ചെയ്യുന്നു എന്നതിനെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദാറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്നാണ് മെൻഷൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ്, വെൻ വൺ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് കണക്റ്റഡ് വിത്ത് ടൈം ഇൻ്റർവൽ, then that is mentioned as rate of change of that particular physical quantity. Here we are considering an example of playing tennis. Sometimes the ball needs to hit with small force and sometimes more force is applied for fast and strong reply. So, ഈ എക്സാമ്പിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, the force is directly proportional to the change in velocity, or we can say the change in momentum. And also this momentum change is in the direction of the force we are applying. This is Newton's second law of motion. It states that the rate of change of momentum of an object is proportional to the applied unbalanced force in the direction of force. ഈ ലോയിൽ നിന്ന് how much force is applied or the formula for force can be derived. For that, we are considering an object is moving along a straight line with an initial velocity u. ഈ മൂവിങ് ഒബ്ജക്റ്റിന്മേൽ കുറച്ച് സമയത്തേക്ക്, ഫോർ എക്സാമ്പിൾ ഫോർ ടൈം t, we are applying a constant force which is f. സോ u എന്ന വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒബ്ജക്റ്റിന്മേൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതോടുകൂടി അതിൻ്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഐദർ ഇൻക്രീസ്ഡ് ഓർ ഡിക്രീസ്ഡ് to the final velocity v. So in the initial stage, initial momentum is equal to mass into initial velocity, that is mu, and the final momentum is equal to mass into final velocity, that is mv. So we can write the change in momentum is p2 minus p1. That is final momentum mv minus initial momentum mu, and we are taking the common factor mass, and we have m into v minus u. When we connect this with time, it will be rate of change of momentum is directly proportional to m into v minus u divided by t. ഇവിടെ rate of change of momentum എന്നതിന് പകരം force എന്ന ടേം അപ്ലൈ ചെയ്യുന്നു.
because these two are directly proportional. So we have F directly proportional to m into v minus u divided by t. Normally, this proportional sign equal sign like convert ചെയ്യുന്നതിന് വേണ്ടി we are multiplying it with a constant. So ഇവിടെ proportionality sign മാറ്റുന്നതിന് we are applying the constant k. So we have F is equal to km into v minus u by t. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ആക്സിലറേറ്റഡ്. ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം ഈസ് ആക്സിലറേഷൻ. സോ ഇൻസ്റ്റെഡ് ഓഫ് v minus u by t we are writing a which is acceleration. ഇവിടെ k എന്ന കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ 1 ആക്കി മാറ്റണം. For that, in this equation, f should be 1, the value of m and a also should be 1. So we are writing 1 unit of force is equal to k into 1 kilogram into 1 meter per second square. അതായത് k എന്ന കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ 1 ആക്കുന്നതിന് ഒരു യൂണിറ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യുന്നത് the amount that produces an acceleration of 1 meter per second square in an object of 1 kilogram mass. So finally we have the mathematical representation of the second law of motion. F is equal to ma. The unit of force is kilogram meter per second square or Newton, which is represented by the symbol n. And ഈ മാത്തമാറ്റിക്കൽ ഇക്വേഷനിൽ നിന്നും ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷനും മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്യാൻ നമുക്ക് സാധിക്കും. നമുക്കറിയാം ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ പറയുന്നത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യാത്തിടത്തോളം കാലം ദാറ്റ് ഈസ് ഫോഴ്സ് ഈക്വൽ ടു 0 വരുന്ന കേസിൽ ഒബ്ജക്റ്റ് വിൽ കണ്ടിന്യൂ ഇറ്റ് സ്റ്റേറ്റ് ഫോർ വാട്ട് എവർ ടൈം ഈസ് ടേക്കൺ. സോ ഇൻ ദിസ് കേസ് വി ക്യാൻ റൈറ്റ് ബാക്ക് ദ ഇക്വേഷൻ ആസ് എഫ് ഇസ് ഈക്വൽ ടു m into v minus u by t and ft is equal to mv minus mu. Here f is equal to 0 means mv is equal to mu. That is u is equal to v. അതായത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്തില്ലെങ്കിൽ ഓർ ഫോഴ്സ് ഇസ് ഈക്വൽ ടു 0 ആകുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി ആൻഡ് ഫൈനൽ വെലോസിറ്റി ഈക്വൽ ആണ്. That means the object will continue to move with the same velocity or uniform velocity. And initial velocity u is equal to 0 എന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒബ്ജക്റ്റ് റെസ്റ്റിലാണ്. So when u is equal to 0, v also is equal to 0 from this equation. That indicates when an external force is not applied, the object will continue its resting state. So now we are going to analyze our question. എന്തുകൊണ്ടാണ് ഒരു ക്രിക്കറ്റ് ബോൾ ക്യാച്ച് ചെയ്യുന്ന സമയത്ത് പുൾസ് ഹിസ് ഹാൻഡ്സ് ഗ്രാജുവലി ഡൗൺവേർഡ്സ് വിത്ത് എ മൂവിങ് ബോൾ? ഇവിടെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷനിൽ നിന്നും നമുക്കൊരു കാര്യം ക്ലിയർ ആണ്. ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസ് ആൻഡ് ആക്സിലറേഷൻ ബട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ടൈം. Inversely proportional means when one quantity increase, the other quantity will decrease. ഇവിടെ ക്യാച്ചിങ് സമയത്ത് ബോൾ ഇനീഷ്യൽ വെലോസിറ്റിയിൽ നിന്ന് 0 എന്ന ഫൈനൽ വെലോസിറ്റിയിലേക്കാണ് എത്തിച്ചേരുന്നത്. സോ ബോൾ ക്യാച്ച് ചെയ്യുന്ന സമയത്ത് ഒരു സഡൻ സ്റ്റോപ്പിനേക്കാളും കുറച്ചുകൂടി ടൈം സ്പെൻഡ് ചെയ്ത് ബോൾ റെസ്റ്റിലേക്കാക്കുന്നതിന് ഓർ വെലോസിറ്റി 0യിലേക്കാക്കുന്നതിന് കൈകൾ ഡൗൺവേർഡ്സിലേക്ക് മൂവ് ചെയ്ത് ക്യാച്ച് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യുന്നു. സോ ടൈമിലുണ്ടാകുന്ന ഈ സ്ലൈറ്റ് ഇൻക്രീസ് ക്യാച്ചിങ് സമയത്ത് പാമിൽ അപ്ലൈ ചെയ്യപ്പെടുന്ന ഫോഴ്സ് കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. ആൻഡ് നെക്സ്റ്റ് വി ഹാവ് ദ തേർഡ് ലോ ഓഫ് മോഷൻ. തേർഡ് ലോ പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ഒരു സെക്കൻഡ് ഒബ്ജക്റ്റിന്മേൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ തിരിച്ച് ദ സെക്കൻഡ് ഒബ്ജക്റ്റ് വിൽ എക്സേർട്ട് എ ഫോഴ്സ് ഓൺ ദ ഫസ്റ്റ് ഒബ്ജക്റ്റ്. Here, these two forces are known as action force and reaction force respectively. We can say walking process is an example for third law. നടക്കുന്ന സമയത്ത് കാൽപാദങ്ങൾ ഭൂമിയിലേക്ക് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നു and the ground or the floor exert an equal and opposite force on the foot.
So one is action force and other is reaction force. One important thing is that ഈ രണ്ട് ഫോഴ്സുകളും അപ്ലൈ ചെയ്യപ്പെടുന്നത് ടു ഡിഫറെൻറ്റ് ഒബ്ജക്റ്റിന്മേലാണ്, നോട്ട് ഓൺ എ സിംഗിൾ ഒബ്ജക്റ്റ്. ആൻഡ് ഓൾസോ ദീസ് ടു ഫോഴ്സസ് ആർ ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ. So overall, the third law states, for every action there is an equal and opposite reaction. ഇവിടെ ഒരു കാര്യം ക്ലിയർ ആണ്. ആക്ഷൻ ഫോഴ്സ് ആൻഡ് റിയാക്ഷൻ ഫോഴ്സ് ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ദ നെറ്റ് ഫോഴ്സ് ഈസ് ഓൾവേസ് 0. ഒരു ചെറിയ ബോട്ടിൽ നിന്ന് കരയിലേക്ക് ചാടുന്ന സമയത്ത് ദ പേഴ്സൺസ് ഫുട്ട് വിൽ എക്സർട്ട് എ ഫോഴ്സ് ഓൺ ദ ബോട്ട്. ഈ ഫോഴ്സിനെ റിയാക്ട് ചെയ്തുകൊണ്ട് ദ ബോട്ട് വിൽ എക്സർട്ട് എ ഫോഴ്സ് ഓൺ ദ പേഴ്സൺ ആൻഡ് ആസ് എ റിസൾട്ട് ഹി ക്യാൻ ജംപ്. Also, we can see the boat is slightly moving backwards or slightly shaking. Swimming is another example for the application of this third law of motion. സ്വിമ്മിംഗ് സമയത്ത് സ്വിമ്മർ കൈകൾ വെച്ചുകൊണ്ട് വാട്ടറിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു ആൻഡ് ആസ് എ റിയാക്ഷൻ ഫോഴ്സ് വാട്ടർ സ്വിം ചെയ്യുന്ന ആളിലേക്ക് ഒരു പ്രഷർ ഓർ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു ആൻഡ് ആസ് എ റിസൾട്ട് ദ സ്വിമ്മർ സ്റ്റാർട്ട്സ് ടു മൂവ് ഫോർവേഡ്സ്. ഒരു ഗൺ ഫയറിംഗ് നടക്കുന്ന സമയത്ത് ഗൺ ബുള്ളറ്റിന്മേൽ അപ്ലൈ ചെയ്യപ്പെടുന്ന ഫോഴ്സ് ആക്ഷൻ ഫോഴ്സ് ആണെന്നും ബുള്ളറ്റ് തിരിച്ച് ഗണ്ണിലേക്ക് എക്സർട്ട് ചെയ്യുന്ന ഫോഴ്സ് ഓർ പ്രഷർ റിയാക്ഷൻ ഫോഴ്സ് ആണെന്നും മനസ്സിലാക്കാം. ആൻഡ് വി ക്യാൻ സീ എ സ്ലൈറ്റ് ഷേക്കിംഗ് ഓഫ് ദ ഗൺമാൻ വൈൽ ഫയറിംഗ്. So finally we have these examples of Newton's 3 laws of motion. Now we are winding up today's class. If you not yet subscribed the channel, then please do subscribe and also give your valuable comments. And thank you for watching this video.